അസ്സലാമു അലൈക്കും. ആലപ്പുഴയിൽ ആദിക്കാട്ടുകുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് വളരെയധികം സങ്കടകരമായ ഒരു സംഭവം നടന്നു. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പൊന്നുമോൾ. നിങ്ങളൊന്ന് ആലോചിക്കുമോ, 4ാം ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടിയുടെ പ്രായം എത്രത്തോളം ഉണ്ടാകുമെന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ആ പൊന്നുമോളെ സ്വന്തം വാപ്പയും അതോടൊപ്പം അവൻ്റെ 2ാം ഭാര്യയും കൂടി ചേർന്നുകൊണ്ട് അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ആ മർദ്ദനത്തിൻ്റെ പാടുകൾ ആ മുഖത്തിങ്ങനെ ചുവന്ന് കിടക്കുന്നതായി കാണാൻ സാധിക്കും. നോക്കൂ, ആ ഒരു വേദന ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വേദനയാണ്. കൊച്ചുമോളാണ്, കുഞ്ഞു ശരീരമാണ്, പിഞ്ചു ശരീരമാണ്. ആ ശരീരത്തിലേക്കാണ് അതിക്രൂരമായി മർദ്ദിച്ചത്. എത്രത്തോളം വേദന ആ പൊന്നുമോൾ സഹിച്ചിട്ടുണ്ടാകും. നോക്കി, ഒരു സംഭവം പുറലോകമറിയുന്നത് തന്നെ ഈ കുട്ടി സ്കൂളിലേക്ക് വരുന്ന സമയത്താണ്. പതിവ് പോലെ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് അധ്യാപകർ ആ കുട്ടിയുടെ മുഖത്തിങ്ങനെ ചുവന്ന പാടുകൾ കാണുകയാണ്. ആ കുഞ്ഞു മുഖത്തെ, ആ പിഞ്ചു ശരീരത്തിലെ ആ ചുവന്ന പാടുകൾ കണ്ട് അധ്യാപകർ ചോദിച്ചു, എന്തു പറ്റിയതാണ് മുഖത്തൊക്കെ ഇങ്ങനെ ചുവന്ന പാടുകളെന്ന് ചോദിച്ചപ്പോഴാണ് ആ പൊന്നുമോള് പറയുന്നത്, എന്നെ എൻ്റെ ഉപ്പ എന്ന് പറയുന്ന ആ നരാധമനും അതോടൊപ്പം അവൻ്റെ 2ാം ഭാര്യയും കൂടി ചേർന്നുകൊണ്ട് മർദ്ദിച്ചതാണെന്നുള്ള കാര്യം പറയുന്നത്. ഇതോടുകൂടി അധ്യാപകർ ഈ വിവരം പോലീസിൽ അറിയിക്കുകയാണ്. ആദിക്കാട്ടുകുളങ്ങര കഞ്ചുകോട് പൂവണ്ണം തടത്തിൽ അൻസർ എന്ന് പറയുന്നവനും അവൻ്റെ 2ാം ഭാര്യയും ചേർന്നുകൊണ്ടാണ് ഈ ക്രൂരമായ മർദ്ദനം ആ പൊന്നുമകൾക്ക് നേരെ നടത്തിയത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൂറനാട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇവന്മാരെയൊക്കെ എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ല. നോക്കൂ, ഇവൻ്റെയൊക്കെ കഴപ്പുകൾ കാണിക്കുന്നത്, ഇവൻ്റെയൊക്കെ ആ ഒരു ധൈര്യം കാണിക്കുന്നത് ഇതുപോലെയുള്ള കൊച്ചു കുട്ടികളോടാണ്. ധൈര്യമുണ്ടെങ്കിൽ നിൻ്റെയൊക്കെ ഈ ഒരു കഴപ്പ് കാണിക്കേണ്ടത് നിന്നെപ്പോലെ ആരോഗ്യമുള്ള മറ്റൊരു വ്യക്തിയോടാണ്. അങ്ങനെയൊന്നും ചെയ്യില്ല. കാരണം ഈ കൊച്ചു കുട്ടികളെയൊക്കെ ഇങ്ങനെ മർദ്ദിക്കുന്നവന്മാർക്കൊന്നും അത്ര വലിയ ധൈര്യമൊന്നും കാണില്ല. അതുകൊണ്ടാണല്ലോ തൻ്റെ ദേഷ്യം മുഴുവനും ഇത്തരം പിഞ്ചു പൈതലുകളോട് കാണിക്കുന്നത്. നോക്കി, ഈ നരാധമയും കൂടി ചേർന്നുകൊണ്ട് ഇതാദ്യമായിട്ടൊന്നുമല്ല ഈ കുട്ടിയെ മർദ്ദിക്കുന്നത്. ഇതിനു മുമ്പ് നിരവധി തവണ നിരന്തരമായിക്കൊണ്ട് ഈ കുട്ടിയെ മർദ്ദിച്ചുവെന്ന് ആ പൊന്നുമകൾ പറയുന്നുണ്ട്. നോക്കി, ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ മർദ്ദിച്ചുവെന്ന് ആര് കണ്ടു? നോക്കി, ഈ ഒരു സംഭവം പോലും അധ്യാപകരുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഇത് പുറം ലോകമറിയുന്നത്. അല്ലെങ്കിൽ അതും അങ്ങനെ മാഞ്ഞു പോകുമായിരുന്നു. ഈ പൊന്നുമോൾ ആരോട് പറയാനാണ്? എത്രമാത്രം വേദനയും അടിയുമൊക്കെ ആ പെൺകുട്ടി സഹിച്ചിട്ടുണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവരെയും കണ്ണീരണിയിപ്പിച്ചത് ഈ പൊന്നുമോളുടെ ഒരു എഴുത്താണ്. എൻ്റെ അനുഭവം എന്ന പേരിൽ ആ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോൾ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ നോട്ട് ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്നത് കൊണ്ട് തന്നെ ആ മോളുടെ എഴുത്തുകൾ അത്ര ക്ലിയർ അല്ല. ഇതിനകത്ത് ആ പിതാവെന്ന് പറയുന്നവനും അവൻ്റെ ഭാര്യയും കൂടി ചേർന്നുകൊണ്ട് ആ മകളോട് കാണിച്ച ക്രൂരത ആ മകൾ വേദനയോടുകൂടി അതിനകത്ത് എഴുതി വെക്കുന്നുണ്ട്. ഈ ഒരു എഴുത്ത് എന്താണ് എന്നുള്ളത് ക്ലിയറായിട്ട് ഞാനത് വായിക്കാം. എനിക്ക് അമ്മയില്ല കേട്ടോ, എനിക്ക് 2ാം അമ്മയാണ് കേട്ടോ. എൻ്റെ വാപ്പിയും എന്നോട് ക്രൂരതയാണ് കാണിക്കുന്നത്, ഉമ്മയും കൂടി. ഞാനൊരു ദിവസം പ്ലേറ്റ് സ്കൂളിൽ മറന്നു വെച്ചപ്പോൾ ഞാനൊരു പ്ലേറ്റ് ചോദിച്ചു. അപ്പോൾ എൻ്റെ കരണത്ത് ഉമ്മിയടിച്ചു. എന്നിട്ട് ഞാനും എൻ്റെ അനുജനും കൂടി കളിച്ചപ്പോൾ ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായി. അപ്പോൾ ഉമ്മി എൻ്റെ വായിക്കടിച്ചു. ഞങ്ങളുടെ വീട് വെച്ചിട്ട് 2 മാസം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്കും എന്നെ പേടിപ്പിക്കുകയും വിരട്ടുകയുമാണ്. ഞാൻ സെറ്റിയിലിരിക്കുമ്പോൾ ഇരിക്കരുത്, ഞാൻ ബാത്റൂമിൽ കയറുമ്പോൾ കയറരുത്, ഫ്രിഡ്ജ് തുറക്കരുത് എന്നൊക്കെ ഉമ്മി പറയും. അതുപോലെ എൻ്റെ അമ്മയും കുറെ ചീത്ത വിളിക്കും. ഈ ഒരു എഴുത്ത് എല്ലാവരെയും കണ്ണീരടിയിപ്പിക്കുകയാണ്. നോക്കി, ആ മകളുടെ എഴുത്തുകളിൽ നിന്നും ആ പൊന്നുമകൾ നിരന്തരമായിക്കൊണ്ട് ഓരോ കാര്യത്തിനും, അതായത് മകൾ പറഞ്ഞു വെക്കുന്നുണ്ട്, ബാത്റൂമിലേക്ക് കയറരുത്, അതെടുക്കരുത്, ഇതെടുക്കരുത്, ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പല കാരണത്തിൻ്റെ പേരിൽ ആ മോളെ നിരന്തരമായി ഈ 2 പേരും കൂടി ചേർന്നുകൊണ്ട് ആക്രമിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെയാണ് ഈ പൊന്നുമോളോട്, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ഒരു കൊച്ചുകുട്ടിയോട് ഇത്തരമൊരു ക്രൂരത ചെയ്യാൻ കഴിയുക? മനുഷ്യന്മാർക്ക് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. നോക്കൂ, മക്കളില്ലാതെ എത്രയോ പേർ വേദന അനുഭവിക്കുന്നുണ്ട്. വർഷങ്ങളായി മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. അതിനുവേണ്ടി കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾക്ക് താഴെ ഒരുപാട് സഹോദരിമാർ കമൻ്റ് ഇടുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ആ മകളെ ഞങ്ങൾക്ക് തന്നുകൂടെ എന്ന്, ഞങ്ങൾ പൊന്നുപോലെ നോക്കുമായിരുന്നല്ലോ എന്ന്. നോക്കി, ഇതുപോലെ മക്കളില്ലാതെ അനുഭവിക്കുന്നവർക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു മക്കളെ ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവർ പൊന്നുപോലെ നോക്കും, അതിലൊരു സംശയം വേണ്ട. നിങ്ങൾ നോക്കൂ, ഈ ഒരു കുട്ടിയെ അടിക്കുന്നത് 2ാം അമ്മയാണ്. അതായത് ഈ നരാധമൻ്റെ 2ാം ഭാര്യ. ഈ പൊന്നുമോളുടെ ഉമ്മ മരണപ്പെട്ടുപോയി. നമുക്കറിയാം, സ്വന്തം മക്കളെ ഒരു ഉമ്മ സ്നേഹിക്കുന്നത് പോലെ ഒരുപക്ഷെ ഈ ലോകത്ത് ആരും സ്നേഹിക്കുകയില്ല. ആ ഉമ്മയുടെ സ്നേഹവും തണലും വാത്സല്യവും കിട്ടാതെയാണ് ആ പൊന്നുമകൾ ജീവിക്കുന്നത്. ആ സമയത്താണ് ഈ നരാധമയായ സ്ത്രീ
അതോടൊപ്പം ആ സ്ത്രീയോടൊപ്പം ചേർന്നുകൊണ്ട് ആ നരാധമനും കൂടി ചേർന്നുകൊണ്ട് നിരന്തരമായി മർദ്ദിക്കുന്നത്. നോക്കൂ, ആ സ്ത്രീയെ സംബന്ധിച്ച് അവർക്കൊരു വിഷയമല്ല. കാരണം ആ സ്ത്രീയുടെ മകളല്ല അത്. ആ സ്ത്രീ പ്രസവിച്ച കുഞ്ഞാണെങ്കിൽ, ആ സ്ത്രീ മാസങ്ങളോളം നൊന്ത് പ്രസവിച്ച കുഞ്ഞായിരുന്നുവെങ്കിൽ ആ സ്ത്രീ ഇങ്ങനെ ചെയ്യുമായിരുന്നോ? ഒരിക്കലുമില്ല. സ്വന്തം മകളല്ലല്ലോ, സ്വന്തം കുഞ്ഞല്ലല്ലോ. അതുകൊണ്ട് എന്തു വേണമെങ്കിലും കാണിക്കാം ആ സ്ത്രീക്ക്. മറ്റൊരു സ്ത്രീയുടെ മകളായതുകൊണ്ടാണ് ആ സ്ത്രീക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. നോക്കൂ, പലപ്പോഴും ഈ രണ്ടാമതൊരു പുനർവിവാഹം വരുന്ന സമയത്ത് ഏറ്റവും കൂടുതലും വരുന്ന ഒരു പ്രശ്നം ഇതാണ്. ആദ്യം മക്കളെയൊക്കെ ഞാൻ നല്ലതുപോലെ നോക്കാം, പൊന്നുപോലെ നോക്കാമെന്നൊക്കെ പറയും. പിന്നീട് ഇവർ തമ്മിൽ ജീവിക്കുമ്പോൾ അവർ തമ്മിലുണ്ടാകുന്ന വഴക്കിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പല ദേഷ്യങ്ങളും തീർക്കുന്നത് ഈ കൊച്ചു കുഞ്ഞുങ്ങളോടാണ്. ഈ രണ്ട് ആളുകൾക്കിടയിൽ ബലിയാടായി മാറുന്നത് ആ പിഞ്ചു പൈതലുകളാണ്. അതുകൊണ്ട് തന്നെ ആണുങ്ങളോടാണ്, നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ, നിങ്ങൾ ആ കുട്ടികളെ നല്ലതുപോലെ സ്നേഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ രണ്ടാമത് ഒരു വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം നിങ്ങളൊരു തീരുമാനമെടുക്കുവാൻ. കാരണം രണ്ടാമത് വിവാഹം കഴിക്കുന്ന സ്ത്രീ അത് എങ്ങനെയുള്ള സ്ത്രീയാണ്, അവരുടെ മനോനില എങ്ങനെയാണ്, അവർ ആ കുട്ടികളെ നല്ല രീതിയിൽ നോക്കുമോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ചില സഹോദരിമാരുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല, നല്ലതുപോലെ കുട്ടികളെ നോക്കുന്ന, നല്ലതുപോലെ അവരെ പരിപാലിക്കുന്ന, സ്വന്തം മക്കളെപ്പോലെ നോക്കുന്ന സഹോദരിമാരുണ്ട്. പക്ഷേ ചില സ്ത്രീകൾ ഇങ്ങനെയൊക്കെ വളരെയധികം മോശമായിക്കൊണ്ട് അവരുടെ എല്ലാവിധ ദേഷ്യവും മറ്റും തീർക്കുന്നത് ഇത്തരം കുഞ്ഞുങ്ങളോടാണ്. ഈ പിഞ്ചു പൈതലിനെ, ആ മകളെ മർദ്ദിച്ച രണ്ടുപേരെയും വെറുതെ വിടാൻ പാടില്ല. ഈ ക്രൂരതയ്ക്ക് നിയമത്തിൽ എത്രത്തോളം കഠിനമായ ശിക്ഷയുണ്ടോ ആ ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കേണ്ടതുണ്ട്. നോക്കൂ, നമ്മളറിയാതെ ഇതുപോലെ എത്ര പൈതലുകൾ പലയിടങ്ങളിലായി വേദന സഹിക്കുന്നുണ്ടാവും. പലർക്കും അത് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ആരും അറിയാതെ പോകുന്നു. അതുകൊണ്ട് തന്നെ അധ്യാപകരുടെ ശ്രദ്ധ പലപ്പോഴും ഇത്തരം കുട്ടികളിൽ പ്രത്യേകമായി ഉണ്ടാവുക. ഇതുപോലെ ഉമ്മയും ഉപ്പയും ഇല്ലാത്ത മക്കൾ, ഉമ്മയില്ലാതെ വരുന്ന സ്വാഭാവികമായിട്ടും പിതാവ് രണ്ടാമതൊരു വിവാഹം കഴിക്കുന്ന വീടുകളിലെ മക്കൾ, അവരുടെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചോദിച്ചറിയാൻ അധ്യാപകർക്ക് സാധിക്കണം. കുട്ടികളാണ് പലപ്പോഴും, അവർ ഭയന്നുകൊണ്ട് പല കാര്യങ്ങളും പുറത്ത് തുറന്നു പറയാൻ അവർ മടിക്കും. കാരണം അത്രത്തോളം ഭയപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും ഇതുപോലെയുള്ള ആളുകളൊക്കെ. ചെയ്യുന്ന കാര്യങ്ങൾ തുറന്നാരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലുമെന്ന് വരെ പലപ്പോഴും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ മക്കൾ പലപ്പോഴും തങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും വേദനകളും തുറന്നു പറയാറില്ല. നോക്കിയൊരു സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ആ അധ്യാപകരെ നമ്മൾ അഭിനന്ദിക്കേണ്ടതുണ്ട് ഈ ഒരു വിഷയത്തിൽ. കാരണം ആ അധ്യാപകരാണ് വളരെയധികം വലിയ രീതിയിൽ ഈ ഒരു സംഭവത്തിൽ ഇടപെടൽ നടത്തിയത്. ആ അധ്യാപകർ രണ്ടുപേരെയും സ്കൂളിലേക്ക് വിളിച്ചു. പക്ഷേ സ്കൂളിലേക്ക് വരാൻ തയ്യാറായില്ല. അങ്ങനെ വരാതിരുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ മകളുടെ ഉപ്പയും ഉമ്മയും സ്കൂളിലേക്ക് വിളിച്ചു വരുത്തുകയും പിന്നീടാണ് അതിനുശേഷം പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തത്. നോക്കി, ഈ മകളെ പ്രസവിച്ച് 7 ദിവസത്തിന് ശേഷമാണ് ആ സഹോദരി മരണപ്പെട്ടു പോകുന്നത്. അതായത് സ്വന്തം ഉമ്മയുടെ മുഖം പോലും ആ പൊന്നുമോൾ കണ്ടിട്ടില്ല. ഉമ്മയുടെ വാത്സല്യം, സ്നേഹം എന്താണെന്ന് പോലും ആ പൊന്നുമോൾ തിരിച്ചറിഞ്ഞിട്ടില്ല. അത്തരത്തിൽ സ്വന്തം ഉമ്മയുടെ വാത്സല്യവും സ്നേഹവും ചുംബനമൊന്നും വാങ്ങാൻ ഭാഗ്യമില്ലാത്ത ആ പൊന്നുമോളെയാണ് ഇവർ രണ്ടുപേരും അതിക്രൂരമായി മർദ്ദിച്ചത്. ഇനി ആ മകളെ സംബന്ധിച്ച് മുന്നോട്ടുള്ള നീക്കങ്ങൾ എങ്ങനെയാണെന്നറിയില്ല. ഏതായാലും ആ പൊന്നുമോൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷമായിക്കൊണ്ട്, വിജയമായിക്കൊണ്ട് ജീവിതത്തിൽ മുന്നേറാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ.